ഞാനാണ് നിന്നെ തല്ലിയെന്ന് നീ പോലീസിനോട് പറഞ്ഞോ? അയ്യോ, ഞങ്ങള് കേസ് കൊടുത്തിട്ടില്ല മോനെ. നീയാണ് തല്ലിയതെന്ന് ഞങ്ങൾക്കറിയാലോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ അതിനെ വീണ്ടും തല്ലുകൊള്ളുന്നേ? അയ്യോ മോനെ, ഇവനാണെങ്കിലേ പോലീസിന്റെ തല്ലുകൊണ്ട് അപ്പൊ വന്നതേ ഉള്ളൂ. ദേ എനിക്കിട്ട് കിട്ടിയതേ ഇവിടെ. അതിന്റെ പിന്നാലെയാ ഇപ്പൊ ഒരു തെറ്റും ചെയ്യാതെ ഇവന് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. പോലീസ് തല്ലിയതും ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ. അത് പിന്നെ ഇവന് വിവരക്കേട് കൊണ്ട് സംഭവിച്ചു പോയതാ. ഞാൻ പറഞ്ഞതാ, മോഹിനി സ്വന്തം ഭാര്യയാണ്, അവളെ തല്ലരുതേ തല്ലരുതേ എന്ന്. എന്റെ വാക്ക് കേട്ടില്ല. അവക്കിട്ട് 4 എണ്ണം പൊട്ടിച്ചായിരുന്നു. പൊട്ടിച്ചു എന്നല്ലല്ലോ കേട്ടത്, താഴെയിട്ട് ചവിട്ടിന്നാണല്ലോ. അത് പിന്നെ ഇവൻ കഥ കടച്ച് കുറ്റിയിട്ടിട്ടാ അവളെ തല്ലിയത്. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അമ്മയും മോനും കൂടെ ഒന്നിച്ച് ആ പാവപ്പെട്ട അമ്മയെടുത്ത് മെതിച്ചിട്ട് ഇനി ഒന്നും അറിയില്ലെന്ന് പറയലേ? മാർക്കോ, നീ എന്നെ തല്ലി എന്തിനാ? ഞാൻ എന്ത് തെറ്റിയേട്ടാ? എടാ, നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയാം. ഇവർക്കും അത് ഞാനിനി നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. കണ്ണൻ സാറും മഹാലക്ഷ്മിയും തമ്മിലിപ്പോ വേർപിരിഞ്ഞ് നിൽക്കുക. പക്ഷേ രണ്ടുപേരും എനിക്കിപ്പോഴും പ്രിയപ്പെട്ടവരാ, പ്രത്യേകിച്ച് മഹാലക്ഷ്മി. അതുകൊണ്ട് മഹാലക്ഷ്മിയെ വേദനിപ്പിച്ച അതിന്റെ ഇരട്ടി വേദന നിനക്കും ഇവർക്ക് സഹിക്കേണ്ടി വരും. മോനെ മാർക്കോ, മോഹിനിയെ തല്ലിയതിന്റെ പേരില് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. പിന്നെ ഞങ്ങൾ മോഹിനിയെ തല്ലിയിട്ടില്ലെന്ന് മാത്രമല്ല, കമാന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ മോൻ അവളോടൊന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങളിപ്പോ അവളെ പേടിച്ചാണ് ജീവിക്കുന്നത്. അയ്യോ അയ്യോ, ഭാര്യയിലെ തോമസ് സാറ് പറഞ്ഞിട്ട് തോമസ് സാറിന്റെ ജോലിക്കാരൻ വന്ന് കുഴമ്പിട്ടതാ. എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാ ഭാര്യയില് മോൻ ആട്ടിയെടുത്തതല്ലേ, എല്ലാം കുഴമ്പ് പരുവത്തിലാക്കിയില്ലേ. പിന്നെ ഇനി കുഴമ്പ് ദേഹത്ത് പിടിക്കുമോ എന്തോ. മഹാലക്ഷ്മിയുടെ ഉള്ളില് വിഷം ചെന്നായിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചതാ? അവളിപ്പോ അനന്തുവിന്റെ ലേഖയുടെ ഒക്കെ വീട്ടിലല്ലേ താമസിക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയാനാ മോനെ? മഹാലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഞങ്ങളെ പ്രതിയാക്കുന്നത് കഷ്ടമാ. എന്റെ ശരീരം ഇപ്പൊ സെറ്റായി. എന്നെ കിടത്താൻ നോക്കിയവനാ ഇപ്പൊ കോമാ സ്റ്റേജിലായി പോയത്. ഇനി ഞാൻ സ്നേഹിക്കുന്നവർക്ക് നീ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായാ നീ ഇനി കുറെ നാൾ ഇവിടെ വന്ന് എണ്ണത്തോണിയിൽ കിടക്കേണ്ടി വരും.